അച്യുത അനന്ത ഗോവിന്ദ എന്നുള്ള ഈ നാമങ്ങൾ ആദ്യം നമുക്ക് തരുന്നത് സാക്ഷാൽ മഹാദേവനാണ്. മഹാദേവനാണ് ഈ 3 നാമങ്ങളുടെ ശക്തിയെ പ്രപഞ്ചത്തിന് കാണിച്ചു കൊടുത്തത്. എങ്ങനെയാണ് കാണിച്ചു കൊടുത്തത്? വെറുതെ ഒരാൾ വന്നിട്ട് പറയണം, നിങ്ങൾ ഈ 3 നാമം ജപിച്ചോ ഒക്കെ ശരിയായിക്കോളൂ പറഞ്ഞേക്കാട്ടിലും അയാൾ അതിനൊരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ തന്നു കഴിഞ്ഞാൽ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കയറും അല്ലേ? നമ്മൾ പറയും ഞങ്ങൾ കണ്ടതാ, അയാൾ ആ നാമം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് എന്ന് പറയും. പാലാഴി കടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആദ്യം വന്ന വസ്തു ഏതാ? കാളകൂടം. കാളകൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ കർമ്മദോഷമാണ്. നമ്മുടെയൊക്കെ കർമ്മദോഷമാണ് ഈ കാളകൂട വിഷം. നമ്മുടെ ശരീരമാണ് പാലാഴി, നമ്മുടെ നട്ടെല്ലാണ് മന്ദരപർവ്വതം. ആ നട്ടെല്ലിനെ ഇടാ പിങ്കള എന്ന് പറഞ്ഞ 2 കയറുകൊണ്ട് യോഗവിദ്യ കൊണ്ട് കടയും. ശ്വാസക്രിയയാണ്. അത് കടയുമ്പോൾ ആദ്യം നമ്മുടെ കർമ്മമൊക്കെ ചെളിയൊക്കെ പൂർവ്വജന്മത്തിലൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുള്ള സകല ദ്രോഹങ്ങളും കൂടെ ഒരാൾ ചിലവർക്ക് ചില സാധനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വയ്യാണ്ട് വരും, വീടൊക്കെ ഇടിഞ്ഞ് വീഴും, ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിച്ചു പോകും, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഉടനെ പേടിച്ചിട്ട് അയ്യോ ഞാൻ ഈ നാമം ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ ഉണ്ടായത് പെട്ട് അതിവിടെ നിർത്തും. സംഭവം എന്താ വെച്ചാൽ ഇതൊക്കെ എന്തെങ്കിലും അനുഭവിക്കേണ്ട തന്നെയാണ്. ആ കർമ്മം അനുഭവിക്കുന്നതിൻ്റെ വേഗത കൂടുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം പാലാഴി മഥനം നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു പ്രാചീന കഥയൊന്നുമല്ല. അവിടെ ആത്മാവ് ആരാന്ന് ചോദിച്ചാൽ അത് മഹാദേവനാണ്. നമ്മുടെയൊക്കെ ആത്മാവായിട്ടിരിക്കുന്ന സങ്കല്പത്തിനെ, ജീവൻ്റെ ആത്മാവായിട്ടിരിക്കുന്നതിനെ മഹാദേവൻ എന്ന് പറയും. അകത്തേക്ക് നോക്കുമ്പോൾ ഇതേ ആത്മാവിനെ പുറത്തൊക്കെ കാണാനായിട്ടൊരു ജീവാത്മാവ് നോക്കിയാൽ അത് നാരായണൻ എന്ന് പറയും. ഇതൊക്കെ ഇരിക്കുന്ന ആ കൂടുണ്ടല്ലോ, ആ കൂടിനെ പരാശക്തി എന്ന് പറയും. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ തമ്മിൽ തല്ലാനൊന്നും സമയമില്ല, അടികൂടാനൊന്നും സമയമില്ല. ആരാ വലുത് ആരാ ചെറുതെന്നൊന്നും അവിടെ വിഷയമല്ല. അപ്പോൾ എന്തായാലും കാളകൂടം വന്നു. കാളകൂടം വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തീക്കാറ്റേറ്റിട്ട് ജീവജാലങ്ങളൊക്കെ നശിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ തൻ്റെ കൈക്കുമ്പിളിൽ അതിനെ ശേഖരിച്ചിട്ട് അത് ഭക്ഷിക്കുന്നതിന് മുമ്പ് ഉറക്ക ചൊല്ലിയത്ര ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ, ഇങ്ങനെ 3 ഉച്ചരിച്ചിട്ട് അത് പാനം ചെയ്തു എന്നാണ്. അങ്ങനെ ഭഗവാന്റെ തിരുമുഖത്തു നിന്ന് അത്ര ഈ നാമത്രയം ആദ്യം കേട്ടത്. അതിനുശേഷം സാക്ഷാൽ ഭഗവാൻ തന്നെ ധന്വന്തരി, നാരായണൻ വൈദ്യന്മാരുടെയൊക്കെ രാജാവായിട്ടുള്ള ധന്വന്തരിയുടെ മുഖത്തുനിന്നാണ് ആ പ്രസിദ്ധമായിട്ടുള്ള ഈ 3 നാമങ്ങളും നമ്മൾ കേൾക്കുന്നത്. അത് വ്യാസമഹർഷിയുടെ തൂലികയിൽ കൂടെയാണ് നമ്മൾ അറിയുന്നത്.